കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പൂജ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2-ന് തിരുവനന്തപുരം കോർബി ഭവനിലാകും നറുക്കെടുപ്പ് നടക്കുക. 12 കോടി രൂപയാണ് പൂജ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിന്റെ ഒന്നാം സമ്മാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഔപചാരിക ചടങ്ങുകൾ ഉണ്ടായിരിക്കുകയില്ലെന്ന് ഭാഗ്യക്കുറി ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് അറിയിച്ചു. കൊച്ചിയിൽ നിന്ന് ആജ്ഞയും തിരുവനന്തപുരത്ത് നിന്ന് വി അരുണും വിവരങ്ങളുമായി ചേരും. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, ഇന്നെന്തായാലും കാത്തിരിക്കുകയാണ്. ഉച്ചയോടുകൂടി നമുക്ക് അറിയാം ആരാണ് ഭാഗ്യശാലി എന്ന 12 കോടി അടിക്കുന്ന ഭാഗ്യശാലി ആരെന്നറിയാൻ കേരളം ഒന്നാകെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ചോദിക്കട്ടെ, ആജ്ഞ ഇത്തരത്തിൽ ഈ ഭാഗ്യക്കുറിക്ക് എടുക്കുന്ന ആളാണോ? ഇത്തവണ എടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനായിരുന്നു ഭാഗ്യക്കുറി എടുത്തത്. നമ്മുടെ PCR ടീമിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഓണം ബമ്പറായിരുന്നു എടുത്തത്. അത് 5000 അടിച്ചിട്ടുണ്ട്. ഇത്തവണ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനത്തെ റിക്വസ്റ്റുകൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ചോദിച്ചു നോക്കണേ. എന്തായാലും ഞങ്ങളിപ്പോൾ കൊച്ചിയിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ കൊച്ചിയിൽ കലൂരാണ് ഉള്ളത്. ഇവിടെ ലോട്ടറി ഒരു കേന്ദ്രം തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലോട്ടറി എടുത്തതും ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഈ പൂജ ബമ്പറൊക്കെ ഏകദേശം എല്ലാം വിറ്റ് തീർന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഓണത്തിൻ്റെ 25 കോടിയായിരുന്നു, ഇത് 12 കോടിയുമാണ്. ഒരു 300 രൂപ ആണ് ബമ്പർ ടിക്കറ്റിൻ്റെ വില. പക്ഷേ വിലയിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ പോലും തുകയിൽ വലിയ മാറ്റമുണ്ട് എന്നുള്ളതാണ് വേറെ പ്രധാനപ്പെട്ട കാര്യം. 300 രൂപയും മറ്റത് 500 രൂപയുമായിരുന്നു. എന്തായാലും പൂജ ബമ്പർ ഇവിടെ ഈ ഷോപ്പിൽ ഫുള്ള് തീർന്നു. ഏതാണ്ട് കൊച്ചിയിലൊക്കെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. പല കടകളിലും പൂജ ബമ്പർ. പക്ഷേ ഓണം ബമ്പർ കൊച്ചി സ്വദേശിയല്ല തുറവൂർ സ്വദേശിക്ക് അടിച്ചു കൊച്ചിയിൽ വിറ്റ ലോട്ടറി എന്നുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് ഇവിടെ ലോട്ടറി ഷോപ്പ് ഉടമയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു പൂജ ബമ്പർ? കുഴപ്പമില്ല, നല്ല സെയിലായിരുന്നു. അത്യാവശ്യം ആൾക്കാർ എടുക്കുന്നുണ്ടായിരുന്നു. ആളെ റോവും അവിടെയും ഫുള്ളും ബമ്പറായിരുന്നു. പക്ഷേ അതൊക്കെ ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഫുള്ളും തീർന്നു. നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഇന്നലെ. ഈ ഓണം ബമ്പർ ഈ കൊച്ചിയിൽ വിറ്റ ഏജൻസിക്കൊക്കെ അടിച്ചതിൻ്റെ ഒരു സാഹചര്യത്തിലായിരിക്കും ഇത്തവണ ഓണം ബമ്പറിൻ്റെയൊക്കെ വിൽപ്പന കൂടിയോ? ഓണം ബമ്പറിൻ്റെ അത്ര വിൽപ്പനയില്ല, പക്ഷെ എന്നാൽ നല്ല വിൽപ്പന ഉണ്ടായിരുന്നു. ഇവിടെ പൊതുവെ അങ്ങനെ പ്രൈസ് മണീസ് ലോട്ടറീസ് വരുന്ന ഒരു സാഹചര്യം ഒരുപാട് വരാറുണ്ട്, പിന്നെ മാറിക്കൊടുക്കാറുമുണ്ട് ഒട്ടുമിക്കവും. അങ്ങനെ ഒരു സാഹചര്യമാണ് കൊച്ചിയിലുള്ളത്. എന്തായാലും ഇന്ന് ഗോർക്കി ഭവനിലെ നറുക്കെടുപ്പിലൂടെ ഇന്ന് ഉച്ചയോടുകൂടി ഏകദേശം ആരാണ് പൂജാ ബമ്പർ ഭാഗ്യശാലി എന്ന് നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും കൊച്ചി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ കൊച്ചിയിൽ അങ്ങനത്തെ ഒരു ഓളമുണ്ട്. 2ാം സമ്മാനമോ 3ാം സമ്മാനമോ ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ നിരവധി ആളുകൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ഭഗവതി ലോട്ടറിയുടെ ഏജൻസിയിലും അതുപോലെ ഒരു വലിയ റഷ് കണ്ടിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മൾക്ക് കൊച്ചിയിലൊക്കെ ഒരു സാഹചര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. 3 ലക്ഷത്തിലധികം പ്രൈസ് ഇതാണ് ഇത്തവണയുള്ളത്. നമ്മൾ ഈ തിരുവോണം ബമ്പർ അടിക്കുന്ന ദിവസം നമ്മൾ കണ്ടതാണ്. ഈ ആളുകൾ ഇങ്ങനെ ഓടുകയായിരുന്നു ടിക്കറ്റിന് വേണ്ടി. പക്ഷെ എവിടെയും ടിക്കറ്റ് കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള ആളുകളുടെ ഒരു ഇപ്പം അഗ്നി തന്നെ പറഞ്ഞു അവിടെയൊന്നും ടിക്കറ്റ് ഇല്ല എന്ന്. പക്ഷെ ആളുകൾ ഇങ്ങനെ അന്വേഷിച്ച് വരുന്നുണ്ടോ? ഇന്നിപ്പോൾ 2 മണി വരെ സമയമുണ്ട്. നമ്മൾ നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം ഇപ്പോൾ ഈ 9 മണി ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടൊരു വലിയ റഷൊന്നും ഇല്ല, ആവാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ലോട്ടറി എടുക്കുന്ന കുറേ ആളുകളെ മീൻസ് ഈ ഒരു സമയത്തൊക്കെ ഓണം ബമ്പറിൻ്റെ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. രാവിലെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഈ ഒരു സാഹചര്യം, പക്ഷേ ആ ഒരു സാഹചര്യം ഇപ്പം നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. എന്തായാലും 9 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ബമ്പറൊക്കെ കഴിഞ്ഞതായിരിക്കും. പക്ഷേ ഈ ഒരു ഷോപ്പിൽ കുറേ പൂജ ബമ്പറിൻ്റെ ടിക്കറ്റുകൾ കാണുന്നുണ്ട്. പുതുതായിട്ട് ഫില്ല് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. തീർന്ന ശേഷം ചേച്ചി ഇല്ല, ഓക്കെ താല്പര്യമില്ല, സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറുകയാണ്. എന്തായാലും നമുക്ക് കുഴപ്പമില്ല. എന്തായാലും ഇവിടെ പൂജ ബമ്പർ കൂടുതൽ കാണുന്നുണ്ട്, ടിക്കറ്റുകൾ കൂടുതൽ കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു കൊച്ചിയിലെ ഒരു സ്ഥിതി ഇതാണ്. ഒരു ചേച്ചി പൂജ ബമ്പർ എടുക്കാൻ നിൽക്കുകയാണോ? എന്തായാലും കൊച്ചിയിലൊരു ഈ പറയുന്ന രാവിലെ ഒരു വലിയ റഷ് കാണുന്നില്ല. പൂജ ബമ്പർ എടുത്തോ? എടുക്കാൻ പോകുന്നേണോ? ഇവിടുന്നായിട്ട് എടുക്കും. എന്തേ എടുത്തോ? എടുത്തില്ല. എടുക്കാൻ പോണോ? ഓക്കെ. ഓണം ബമ്പർ എടുത്തിരുന്നോ? ഇല്ല, ഞാൻ ഇടയ്ക്കും തിരക്കൊക്കെ നമ്പർ എടുക്കുമ്പോൾ അടിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം പൂജാ ബമ്പർ കഴിഞ്ഞ പ്രാവശ്യം
ആ എടുത്തായിരുന്നു, അടിച്ചില്ല. ഇപ്രാവശ്യം ഒന്ന് നോക്കാൻ. എനിക്ക് ഇടയ്ക്ക് അല്ലാതെ അടിക്കുന്ന ആളാ. ആണോ? കഴിഞ്ഞ ആഴ്ച 5000, 1000, 100, 200 അങ്ങനെ എപ്പോഴും ചെറിയ ചെറിയ പ്രൈസ് ഉള്ള ആളാ. ചേച്ചിയുടെ പേരെങ്ങനെയാ? സുജ. എല്ലാ തവണ എടുക്കാറുണ്ട്. ആ ഭാഗ്യം നിരന്തരം കടാക്ഷിക്കാറുള്ള ഒരാളാണ് ആക്യ അവിടെ കുറെ ടിക്കറ്റ് കാണുന്നുണ്ട്. ആക്യ അതിലൊരു ടിക്കറ്റ് എടുക്കുന്നുണ്ടോ? തിരക്കിൽ തന്നെയാണ്. എന്തായാലും തൽക്കാലം ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇനി എങ്ങാനും അത്തരത്തിലൊരു ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹിച്ച് ആ ടിക്കറ്റിന് 12 കോടി അടിച്ചാൽ ആക്യ എന്തായിരിക്കും ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുക? പദ്ധതികൾ ഒത്തിരി ഉണ്ട്. അങ്ങനെ പേഴ്സണൽ പദ്ധതികളൊന്നും അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ട് ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നീട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായി ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഒരു പദ്ധതിയായിട്ടുള്ളൂ, പ്ലാനായിട്ടുള്ളൂ. വളരെ സീരിയസ് ആയി ചോദിച്ചതാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഞാൻ ആൻസർ പറയണം കേട്ടോ. ഇനിയിപ്പോ എനിക്കാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ആരെയും അറിയിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ച് ആരോടും പറയാതെ നൈസായിട്ട് മുങ്ങും. അതാണ് ഞാനാണെങ്കിൽ ആദ്യം ചെയ്യാം. അതും ഒരു ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ആളുകൾ ഈ പൂജാ ബമ്പറല്ല ഓണം ബമ്പറൊക്കെ അടിച്ചപ്പോൾ തന്നെ നമ്മളെ വിജയിയെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടിലായിരുന്നല്ലോ. അതിനൊരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? അങ്ങനെ നടക്കുന്നത് തന്നെ ആളുകൾ സാമ്പത്തികമായി ആവശ്യമുള്ള ആളുകൾ ഒരുപാടുണ്ടാവും. ആവശ്യത്തിനും അനാവശ്യത്തിനും ഇപ്പം നമുക്കൊരാളെ സാമ്പത്തികമായി സഹായിക്കാം. അതായത് അവർക്ക് രോഗാവസ്ഥയിലുള്ള ആളുകൾ, അതല്ലെങ്കിൽ പഠനം മുടങ്ങിക്കിടക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന അങ്ങനത്തെയുള്ള ആളുകളെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും. പക്ഷേ ഒരാൾക്ക് പണം വെറുതെ കിട്ടുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അത് വെറുതെ കിട്ടിയ ഒരു തുകയല്ലേ, എന്നാൽ പിന്നെ ഞങ്ങൾ കൂടെ തന്നാൽ എന്താ എന്നുള്ളൊരു സാഹചര്യത്തിൽ ആളുകളുടെ പിന്നാലെ നടന്ന് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം 12 കോടിയാണ്, അത് ഒട്ടും അധ്വാനിക്കാതെ കിട്ടുന്നതാണല്ലോ എന്നുള്ള ഒരു തോന്നലോടുകൂടി എത്തുന്ന കുറച്ച് ആളുകൾ. ആ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈ ഭാഗ്യശാലികളെ ബുദ്ധിമുട്ടിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ആരാണ് അതിലുള്ള അല്ലെ ആർക്കാണ് ഭാഗ്യം കടാക്ഷിച്ചത് എന്ന് വ്യക്തമാകാതിരിക്കാൻ അവർ പറയുന്ന ഒരു ഇത് പറയാതിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് നമുക്ക് തിരുവനന്തപുരം സ്വദേശി അനൂപിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം. അങ്ങനെ ആ ഒരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത്. ഇങ്ങനെ പറയുമ്പോഴും അതായത് ഭാഗ്യം എന്തുകൊണ്ട് ഇത്രയും വലിയ തുക കയ്യിൽ കിട്ടിയാൽ അവർ ഒളിച്ചു വെക്കുന്നു. കാരണം ശരിക്കും കോടീശ്വരനാവുകയാണ്, ലൈഫ് സ്റ്റൈൽ മാറുകയാണ്, മീൻസ് സമൂഹത്തിൽ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് ഭവ്യ. അങ്ങനെ കൂടി വരുമ്പോഴും എന്തുകൊണ്ടാണ് ഇത് പറയാതിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ സഹായം ചോദിച്ച് ബുദ്ധിമുട്ടിക്കണം. അതായത് തങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഭാഗ്യക്കുറി അടിച്ച ആളുകളുടെ വീട് അന്വേഷിച്ചിട്ടൊക്കെ പോയിട്ട് അവിടെ പോയി ഇരുന്ന് അയാളെ കണ്ട് ബുദ്ധിമുട്ടിച്ചൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഭാവ്യ പറഞ്ഞതുപോലെ ചിലപ്പോൾ അങ്ങനെ സാഹചര്യത്തിലേക്ക് പോകാതിരിക്കും നോക്കും. ഭാഗ്യക്കുറി അടിച്ചത് കുറച്ച് കാലത്തേക്ക് റിവീൽ ചെയ്ത് വേറെ എവിടെയെങ്കിലും ആരും അറിയാത്ത, നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ അറിയാത്തടുത്ത് പോയിട്ട് ഇതൊക്കെ ഈ പ്ലാനും പദ്ധതിയൊക്കെ നടപ്പിലാക്കുക എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആയ കാര്യമാണ്. ശരി, ആജ്ഞയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ തന്നെ.